ഹായ്. സാധാരണ ജനങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ വർഗീയത വളർത്താൻ വേണ്ടി കുറച്ച് പേർ ശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഇത്രത്തോളം സമാധാനവും സന്തോഷത്തോടെ നമ്മൾ പോവുകയാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വർഗീയതയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളം നശിച്ചു പോകും, ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. ചിന്തിച്ച് നോക്കൂ, ഒരാൾക്ക് അതിൻ്റെ രീതിയിലൊരു പടം സംവിധാനം ചെയ്യാനോ അത് തിരക്കഥ എഴുതാനോ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഏതോ ആവട്ടെ, സത്യസന്ധമായിട്ടുള്ളൊരു പത്രപ്രവർത്തനം പോലും നടത്താൻ പറ്റുന്നില്ല, ഇല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി. ആ പടത്തിനെതിരെ ആരാണ് ആദ്യം വന്നത്? ആ പടം വന്നതിന് ശേഷം ആരാണ് ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കി? ജനങ്ങളല്ല, വർഗീയവാദികൾ. നമ്മൾ ശ്രമിക്കുക, നമ്മുടെ അങ്ങോട്ടും മതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മനുഷ്യനെ ഇല്ലാതാക്കുകയാണ്. മനുഷ്യൻ്റെ ചിന്ത ഇതിലേക്ക് മറുനാടൻ, ഞാൻ ശ്രദ്ധിക്കുകയാണ്, മറുനാടൻ ഭയങ്കര സത്യസന്ധതയാണ്, പക്ഷെ ഒരു ചായവുണ്ട്, ഇല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, നമുക്കത് മനസ്സിലാവും. ഞാൻ പത്രം വീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ചായവും ഓക്കെ, അവൻ നേരത്തെ പോട്ട്. എന്തിന് മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു വിഷം വലിയ സദ്യ വിളമ്പി വെച്ചിരിക്കുകയാണ്. ആ സദ്യയുടെ വിളമ്പിൽ ഇച്ചിരി മലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റുമോ? അതേപോലെയാണ്. നമ്മൾ സൂക്ഷിക്കുക, മനുഷ്യരാണ്, ചെറിയൊരു തീപ്പൊരി മതി. ചില പ്രോബ്ലങ്ങൾ എല്ലാം സമാധാനത്തോടെയും എല്ലാം ഇരിക്കുകയാണ്. എന്തിന് പടം ചെന്ന് കാണുക, പടം ചെന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും, ഓരോ മനുഷ്യർക്കും അവരുടേതായ വിശ്വാസവും രാഷ്ട്രീയ ആശയങ്ങളുമുണ്ട്, ഇല്ലേ? അതിനെന്തിന് നമ്മൾ മറ്റുള്ളവരെ ഇത് കേട്ടിട്ട് നമ്മൾ ചെയ്യണം? അതുകൊണ്ട് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി നമ്മുടെ വർഗീയവാദികളായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അടിച്ച് പിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു കലാസൃഷ്ടി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, എമ്പുരാന് ഞാൻ നല്ലൊരു കലാസൃഷ്ടി എന്ന് പറയത്തില്ല. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ ആയിട്ടും ഇതായിട്ടും അടിപൊളിയാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, എത്ര ദിവസമായി എമ്പുരാൻ എമ്പുരാൻ എമ്പുരാൻ. എനിക്കറിയത്തില്ല കേരളത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവന്മാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കേരളത്തിനെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ജനങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ ഇതിന് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ജനങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ, പ്രതികരിച്ചില്ല എങ്കിൽ നമ്മൾ നശിച്ചു. എന്താഘോഷമായിരുന്നു ഇറങ്ങിയപ്പം. തിയേറ്ററുകളെല്ലാം പൂരപ്പുറമ്പാക്കി. ഇപ്പോഴും ഇന്ന് വരെ 1 മണിക്കൂറിൽ 26, 27 ഒക്കെയാണ് ടിക്കറ്റ് വിറ്റ് പോകുന്നത്. സൽമാൻ്റെ പടം ഇറങ്ങി വെറും 11,000 ടിക്കറ്റ് വിറ്റ് പോകുന്നുള്ളൂ. വേറെ ഒരു പടം ഇറങ്ങി, അത് 5,000. ഇപ്പോഴും മുമ്പിൽ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഈ വർഗീയവാദികൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും തോറും, പ്രോബ്ലം ഉണ്ടാക്കും തോറും അത് എമ്പുരാനാണ് വിജയം കൂടുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിന് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ എന്തിന് ഭിന്നിപ്പിക്കണം? ഓരോ വിശ്വാസവും സ്വന്തം സെൽഫ് കോൺഫിഡൻ്റ് ഇല്ലാത്തവരാണ് ഓരോ മതത്തിനെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്, ഇല്ലേ? ആരായാലും സെൽഫ് കോൺഫിഡൻ്റ് ഇല്ലാതെയാണ് ഓരോരുത്തരും. ഒക്കെ ഓരോരോ വിശ്വാസമാണ് കാര്യം. അവരെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി, അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ഓരോ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ ആശയമാണ്, ഇല്ലേ? ആശയം എന്തിന് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചോ, കേരളത്തിലെ ജനങ്ങളെ ചിന്തിച്ചോ. ജനങ്ങൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ, ജനങ്ങൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഞാനിത് വർഗീയവാദി ഉണ്ടാക്കാനോ അല്ല, സമാധാനം വേണം നമുക്ക്. ഞാൻ പടം കണ്ടിട്ട് എനിക്ക് വേറെ ഞാൻ പടം കണ്ടു, ചിന്തിച്ചു നോക്കും, മാർക്കോ വന്നു. ഇതിനേക്കാളും മൃഗീയമാണ് ഒരു ഗർഭിണിയുടെ വയറ് ഇടിച്ച് ആ കൊച്ചിനെ പുറത്തെടുക്കുന്ന രീതി. ഗ്യാസ് ഇതുകൊണ്ട് ഇടിക്കും. ആരും വന്നില്ലല്ലോ. RSSോ വേറെ ആരും വന്നില്ലല്ലോ.
ഇതിന് മാത്രം എന്ത്? ഇതിലെന്തോന്ന് അത്ര ഇത് കാണിക്കുന്നത്? ഒരു വൾഗറായിട്ടുള്ള ഒരു ഇതില്ല. ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അല്ലേ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇതിനേക്കാളും ക്രൂരതയായിട്ട് നടന്നിട്ടുണ്ട്. അതായത് നമ്മളെ സമൂഹത്തിൽ ഇതിനേക്കാളും ക്രൂരതയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാര്യം എങ്ങനെയാണ് പറയുന്നത്? പറഞ്ഞാൽ മതിയോ? ഇല്ല. മനുഷ്യനിലേക്ക് അത് കാണണമെങ്കിൽ അതിൻ്റേതായ ചെറിയ ചെറിയ എലമെൻറ്റുകൾ കാണിച്ചേ പറ്റത്തുള്ളൂ ഇല്ലേ. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ആർക്കെതിരെ പറഞ്ഞാലും മതവും രാഷ്ട്രീയവും ജാതിയും ഇത് കൂട്ടിക്കലർത്തി മനുഷ്യനെ ഭിന്നിപ്പിക്കരുത്. എല്ലാവരും മനുഷ്യനാണ്. കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരാണ്. അവർ ജനിക്കുന്ന ജീനുകളുടെയും അവരുടെ ഏത് സാഹചര്യത്തിൽ അതാണ് അവരുടെ ഒരിത്. പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ കാണും. അവൻ കഷ്ടപ്പെട്ട് മുന്നേറുമ്പോഴാണ് അവൻ ഇതാവുന്നത് ഇല്ലേ. ജനിക്കുമ്പോഴെല്ലാവരും മനുഷ്യരാണ്. ഒരു ഇതുമില്ല. അതിനെ മതവും ജാതിയും രാഷ്ട്രീയവും കുത്തിവെച്ച് മനുഷ്യനെ വേർതിരിക്കരുത്. സന്തോഷവും സമാധാനത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതാണ് ഇല്ലേ. അതാണ് ചെയ്യേണ്ടത്. എന്തിന് രാഷ്ട്രീയം കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? പറഞ്ഞതാ എനിക്ക് പറഞ്ഞതാ. മതം കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞതാ. മനുഷ്യനെ പേടിപ്പിച്ച് അടിമയാക്കുന്ന ഒരു ഇതാണ്, സംസ്കാരമാണ്. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക, സമാധാനം പുലർത്തുക. ആരായാലും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, നമ്മളെല്ലാവരുടെ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചക്കറിയും മീനും എല്ലാം വയ്ക്കുന്ന ഓരോരോ തരത്തിലുള്ള ആൾക്കാരാണ്. ഓരോ മതത്തിലും വിശ്വസിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ അന്യനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരാളുടെ ചിലപ്പോൾ സഹായം ഇല്ലാതെ എങ്ങനെയായിരിക്കും? ഞാൻ വീഴുകയാണ്, വണ്ടി അടിച്ച് വീഴുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നെ ആരായിരിക്കും കൊണ്ടുപോകുന്നത്? ക്രിസ്ത്യാനികൾ വന്ന് കൊണ്ടുപോകും? ഇല്ല. അവിടെ ആരാണോ മനസ്സറിഞ്ഞ് കൊണ്ടുപോകും ആശുപത്രിയിൽ ഇല്ലേ. എന്തിന്? മരണം എല്ലാവർക്കും ഉണ്ടാവും. ഒരു ദിവസം എല്ലാവർക്കും ഒരു മരണം ഉണ്ടാവും. അത് മാത്രം ചിന്തിച്ചാൽ മതി. ആ മരിച്ചിട്ട് നമ്മളെവിടെ പോകും? എല്ലാ മതത്തിലും പറയും നമ്മൾ പുനർജന്മമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകും ഇല്ലേ. സ്വർഗത്തിൽ പോകുമ്പോൾ എല്ലാ മനുഷ്യരും പോകുമല്ലോ. ഏത് ക്രിസ്ത്യാനിയായാലും ക്രിസ്ത്യാനിയിൽ തന്നെ പല വിഭാഗമുണ്ട് ഇല്ലേ. ഹിന്ദുക്കളിലും പല വിഭാഗമുണ്ട് ഇല്ലേ. മുസ്ലിങ്ങളിലും ഉണ്ട് ഓരോ പല വിഭാഗവും. ഇസ്ലാം മതത്തിലും പല വിഭാഗവുമുണ്ട്. മരിച്ചിട്ട് എവിടെ പോകും നമ്മൾ ഈ നാട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ അടിച്ച് കൊന്ന് എല്ലാം ഇതായിട്ട് എല്ലാം പോകും. സ്വർഗത്തിൽ പോകുമ്പോൾ എങ്ങനെ നമ്മൾ പോകും? എല്ലാ ആൾക്കാർക്കും പുനർജന്മമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. എനിക്കങ്ങനെ വിശ്വാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വിശ്വാസമുണ്ട് മനുഷ്യർക്ക്. സെൽഫ് കോൺഫിഡൻറ്റ് ഇല്ലാതെയുള്ള ഒരു വിശ്വാസം, അസ്ഥിരമായിട്ടുള്ളൊരു വിശ്വാസം. ഈ വിശ്വാസം കൊണ്ട് മരിച്ചിട്ട് പോകും. എല്ലാവരും മരിക്കും, ഒരാൾ പോലും ഇല്ലാതെ മരിക്കും. മരിച്ചിട്ട് സ്വർഗത്തിൽ പോകും. അവിടെ എങ്ങനെ തിരിച്ചറിയും? ജനിക്കുമ്പം എങ്ങനെ തിരിച്ചറിയും? ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ജനിച്ച് ഞാൻ ക്രിസ്ത്യാനാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ് തിരിച്ചറിയും? ഇല്ല. ഒരു കൊച്ചു കുഞ്ഞ് ഇല്ലേ, ആ കൊച്ചു കുഞ്ഞിനെ ഈ സമൂഹമാണ്, ആ ജനിക്കുന്ന ഏത് വീട്ടിലാണോ ആ വീട്ടുകാരുടെ ഇതിനനുസരിച്ചാണ് പോകുന്നത് അല്ലേ. അതേപോലെയുള്ളൂ. ആരും സ്വർഗത്തിൽ പോയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് മുന്നോട്ടുള്ള കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, ജീർണിച്ച് ചെടിക്ക് വളമാകും, അത്രേ ഉള്ളൂ. ഏത് മനുഷ്യനായാലും. അല്ലെങ്കിൽ ചാരമാകും, വെറും പൊടി, അത് മണ്ണിനോട് ചേരും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിനാണ് ഇത്രയും കിടന്ന് ഈ സമൂഹം. നമുക്ക് എത്ര കാലഘട്ടം ജീവിക്കാൻ പറ്റും? കൂടിപ്പോയി ഒരു 80 വർഷം ഇല്ലേ ഒരു മനുഷ്യന്. ഓക്കെ, കിട്ടുന്നത് പോസിറ്റീവാണ്. നല്ല രീതിയിൽ നടന്ന് ജീവിക്കുന്നത് നല്ല സന്തോഷമാണ്. പക്ഷെ കിടപ്പിലായാലോ, ആ ജീവിക്കുന്ന അച്ഛനും അമ്മയും കിടന്നാലോ അല്ലെ മകൻ കിടന്നാലോ ചിന്തിച്ചു, നരകമാണ് ഇല്ലേ. എന്തുമാത്രം വേദനകൾ അനുഭവിച്ചാണ് ജീവിക്കുന്നത്. ആ ഇത് ചെയ്തിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. എന്തിനു ഉപദ്രവിക്കണം മറ്റുള്ളവരെ? എന്തിനും ഈ വിഷം കുത്തിവെക്കണം? ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് എന്തിനു വിഷം കുത്തിവെക്കണം? സത്യം, മറുനാടൻ ഷാജിനൊക്കെ അവൻ ഹിന്ദു ചായവുള്ളവനാണ്. അവൻ സംസാരിക്കുന്ന നോക്കിയാൽ മതി. വലതുപക്ഷത്ത് ഭയങ്കരമായിട്ട്, എനിക്ക് വലതുപക്ഷം ഇടതൊന്നും എനിക്കറിയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ്, BJP, കോൺഗ്രസ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം. എനിക്ക് ഒരു പാർട്ടികളെയും വിശ്വാസമില്ല. ഉള്ളത് ഞാൻ പറയാം. എല്ലാത്തിലും ഉണ്ട് കുഴുക്കുത്തുകൾ, എല്ലാത്തിലും ഉണ്ട്. ഏതെങ്കിലും ഒരാൾ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇതിനു വേണ്ടി നല്ലത് ചെയ്തത്
ഒരാൾ പറയാം. അവൻ കൈയിട്ട് വാരാതെ നല്ലത് ചെയ്തത് ആരുണ്ട്? ആരുമില്ല. എല്ലാവരും കൈയിട്ട് വരാൻ വേണ്ട. സ്വന്തം മക്കളെയും ചെറുമക്കളെയും സ്വന്തമായിട്ടും പോക്കറ്റിൽ ഇടുന്നതാണ്, കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി. സ്വന്തം പോക്കറ്റിൽ പൈസ ഇടാൻ വേണ്ടി മാത്രമേ ചിന്തിക്കുള്ളൂ, വേറെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ലത് ചെയ്യാൻ. ഇത്രയും നമ്മുടെ നാട്ടിൽ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. അവിടെ എന്താണ് വേണ്ടത്? ഇറങ്ങിച്ചെന്ന് ചെയ്യണം. ഇന്നതാണ് വേണ്ടത്. ആ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത്, ഇല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ കേരളത്തിൽ ഒത്തിരി പ്രോബ്ലങ്ങളുണ്ട്. അത് സോൾവ് ചെയ്യാതെ എന്തിന് മതം രാഷ്ട്രീയം കുത്തിവെക്കുന്ന മനുഷ്യനെ വേർതിരിക്കുന്ന എന്തിന്? എൻ്റെ ഒരു താഴ്മ അപേക്ഷയാണ്, ദയവ് ചെയ്ത് മനുഷ്യനെ വേർതിരിക്കരുത്. ജീവിക്കുന്ന കാലം സന്തോഷ സമാധാനത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുക, ഈ പടം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുക. ഞാൻ പറഞ്ഞത് ജനങ്ങൾ സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ വിഷം കുത്തിവെക്കരുത്. ഗോത്ര കലാപം എന്ന് പറയുന്ന സംഭവം അവിടെ നടന്നിട്ടുണ്ടില്ലേ? ആര് ചെയ്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്ത് കലാപം ഉണ്ടായാലും, ഞാൻ ആ പേര് പറയുന്നില്ല, എന്ത് കലാപം ഉണ്ടായാലും ആ കലാപം എവിടെയായാലും നടന്നതാണ്. എങ്ങനെ നടന്നു, ആരാണ് ചെയ്തതെന്ന് ചെയ്തവന് മാത്രമേ അറിയാവുള്ളൂ. സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തു, വേറൊന്നുമല്ല. അത് പറയാൻ കാര്യം നമ്മുടെ യദുകൃഷ്ണയുടെ കാര്യം. എത്രയോ പേര് ബസ്സിലുണ്ടായിരുന്നു, ഇല്ലേ? ആ ബസ്സിലുണ്ടായിരുന്നവർക്ക് ഒരാൾ വന്ന് പറഞ്ഞോ അവനാണ് തെറ്റ്, ആ ഡ്രൈവറാണ് തെറ്റ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ആ ആര്യയുടെ നമ്മുടെ കളക്ടറുടെ ഭർത്താവാണ് തെറ്റ് ചെയ്തതെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ആ കേസൊന്നും ഇല്ലാതെ പോയി, അവൻ്റെ ജീവിതം പാഴായി, ഇല്ലേ? അപ്പോൾ ഏത് പാർട്ടിയിലായാലും സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നു. 300 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 300 പേരുടെ മുമ്പിൽ വെച്ച് മൃഗീയമായിട്ട് അടിച്ചു. മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല, സത്യം. മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. അടിച്ചു വന്നു മൃഗീയമായിട്ട്, വെള്ളം കൊടുക്കാതെയും ഒന്നും. നമ്മൾ മൃഗങ്ങൾ പോലും മൃഗങ്ങളെ ഒന്നും ചെയ്യത്തില്ല. സ്വന്തം വർഗത്തെ ഒരിക്കൽ പോലും അവർ ജഗടയായിട്ട് അടിക്കും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വർഗവും സ്വന്തം വർഗത്തെ ഇങ്ങനെ ആയിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. മനുഷ്യൻ മാത്രം മൃഗങ്ങളെക്കാളും അധപതിച്ചിട്ട് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ടായിട്ട് പോലും നമ്മൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. സിദ്ധാർത്ഥൻ എന്തുമാത്രം നമുക്ക് വിഷം കുത്തിവെക്കാൻ പറ്റും. ചെറിയൊരു സംസാരം, നമ്മൾ എല്ലാവരും ആത്മാഭിമാനം എന്ന് പറയുന്നൊരു ഇതിൽ പോവുകയാണ്. കാര്യം മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിച്ച് ഒരിക്കലും പറ്റത്തില്ല. ഒരാളെ സന്തോഷിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിനക്കുള്ള ജീവിതം നീ സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് ദ്രോഹവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, അതേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ അവനെ സന്തോഷിക്കുക ഒരിക്കലുമില്ല. പൈസ കൊടുത്ത് നമുക്ക് ബന്ധങ്ങളെ കൂട്ടാൻ പറ്റുമോ? നമ്മൾ എത്രത്തോളം പൈസ ഉണ്ടോ നമ്മളെ ബന്ധുക്കളും കൂട്ടുകാരെല്ലാം വരും. പക്ഷെ പൈസ ഇല്ലയോ? ആരും വരത്തില്ല. ആരും വരത്തില്ല. അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ആരും വരത്തില്ല. പൈസ ഉണ്ടോ ബന്ധുങ്ങളും കൂട്ടുകാരെല്ലാം വരും. പക്ഷെ പൈസ ഇല്ലയോ? ആരും വരത്തില്ല. പക്ഷെ കട്ട ചങ്കുകളും കട്ട ബന്ധുക്കളും കാണും. പൈസ ഇല്ലെങ്കിലും നമ്മുടെ കഷ്ടതയിലും വരുന്നവർ, അവരെപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തണം. വരും. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലാതെ വരും. മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ വരും. അവരെ നമ്മൾ കൂടെ നിർത്തണം. മനസ്സിലായേ? നമ്മുടെ കഷ്ടതയിൽ സഹായിക്കുന്നതിന് നമ്മൾ കൂടെ നിർത്തുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്, നമ്മുടെ ജില്ലയിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ പ്രതികരിക്കാതെ മിണ്ടായിരിക്കും തോറും നമ്മളെ തലയിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കും. മനസ്സിലായോ? എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരാളെ നമ്മൾ തൃപ്തിപ്പെടുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റത്തില്ല. എന്തിനു തൃപ്തിപ്പെടുത്തി ജീവിക്കണം? നമ്മുടെ സന്തോഷം എന്തിനു നമ്മൾ കളയണം? ഇല്ലേ? നമുക്ക് ചെറിയ കാര്യം മതിയായിരിക്കും സന്തോഷിക്കാൻ.
ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ചെടി നട്ട്, ആ ചെടി നട്ട് ജസ്റ്റ് കുരു നട്ട് അത് മുളച്ച് ആ ഇല വരുമ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഒരു എന്താ പറയുക, അതൊരു പ്രത്യേക ഒരു സന്തോഷം. അതിൽ ഇലകളെല്ലാം വിരിഞ്ഞ് പൂവിട്ട് മുട്ട് വിരിഞ്ഞ് അതിൽ കാ വരുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യം. അതേപോലെയാണ് ഓരോ സിനിമകളും. ആ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജനങ്ങളെ കണ്ട് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ജനങ്ങളാണ് വിലയിരുത്തുന്നത്. പിന്നെ അതേപോലെ ഓരോ തിരക്കഥാകൃത്തുകളും നമ്മൾ ചെടി മുളച്ച് വരുന്നത് പോലെ അവരുടെ ഉള്ളിൽ വരുന്ന കഥകൾ പലതരത്തിലൊക്കെ ആയിരിക്കും ഇല്ലേ. അത് വന്ന് അത് ജനങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു, നമ്മുടെ കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രി നമ്മുടെ ചിന്തിച്ചു 2 ആഴ്ച കേരളത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ് അല്ലേ. അത് ഇതുവരെയ്ക്ക് നമുക്ക് ഇങ്ങനെ നടന്നിട്ടില്ല. അതൊരു ഭാഗ്യമല്ലേ. അതിനെ നല്ലതാക്കാതെ, അതിന് മോശവും എല്ലാം കാണും, പക്ഷെ മോശമായ മോശവും നല്ലതെന്നും പറയാനുള്ള ബുദ്ധി നമുക്കുണ്ട്. എല്ലാവരും പറയും ഭയങ്കര 100% വിദ്യാഭ്യാസമുള്ള നാടാണെന്ന്. ഞാൻ പറയത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇത്രമാത്രം കൊലയും ഇത്രമാത്രമുള്ള തട്ടിപ്പുകളും നമ്മളെ കേരളത്തിൽ നടക്കത്തില്ല. കമ്പ്യൂട്ടർ വൽക്കരണമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് വിദ്യാഭ്യാസം കുറവാണ്. എന്തുമാത്രം സ്കാം നടക്കുമെന്നറിയാമോ? എന്തുമാത്രം സ്കാം. അതിനെക്കുറിച്ച് എന്ത് ബോധവാന്മാരാക്കണമെന്ന് ഏതെങ്കിലും ഗവൺമെൻറ് ഇതാക്കിയിട്ടുണ്ടോ? എന്തുമാത്രം തട്ടിപ്പുകൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, മയക്കുമരുന്ന് ഇല്ലേ, ഡ്രഗ്സ്. എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? ഇപ്പം ഭയങ്കര കൊലപാതകമൊക്കെ നടന്നപ്പം അങ്ങും ഇങ്ങോട്ട് നടന്ന് പിടിക്കുകയാണ്. എത്രമാത്രം പിടിച്ച്. മറ്റേ AI ക്യാമറ വെച്ചു, ആക്സിഡൻറ്റുകൾ കുറയുമെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞോ? അപ്പോൾ ഇതിന് ബാക്കിൽ ഒരു അശ്രദ്ധയുണ്ട്, തെറ്റ്, മനുഷ്യൻ്റെ ഒരു അശ്രദ്ധ. ഏതൊരു തെറ്റിനും ഏതൊരു വീഴ്ചയ്ക്കും ഒരു അശ്രദ്ധയുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അത് എല്ലാവർക്കും അത് അറിയണമെന്നില്ല, എല്ലാവർക്കും അത് മനസ്സിലാക്കണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു വീട് ഏലക്കാരനാണ്, സാധാരണ ഒരു മനുഷ്യൻ. ഞാൻ പത്രവും ഒക്കെ നമ്മൾ ഓരോ പത്രവും വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില പത്രം ഒരു മതത്തിന് സപ്പോർട്ട് ചെയ്ത്, ഒരു രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്ത്, ഇതിൽ സത്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ ഇങ്ങനെ പരത്തി ആണ് നമ്മളെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. കാര്യം നേർമയോടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പറയും നേർമയോടൊക്കെ നിർഭയത്തോടെ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയതോളം കാര്യം എൻ്റെ കൺമുമ്പിൽ നടന്ന സംഭവങ്ങൾ, എൻ്റെ കൺമുമ്പിൽ നടന്ന കാഴ്ചകളാണ് എനിക്ക് എൻ്റെ ഇതിൽ. പക്ഷെ ആ കാഴ്ചകളെല്ലാം പുറത്തു വന്നപ്പം വേറെ രീതിയിലാണ് വന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും നല്ല രീതിയിൽ കണ്ടതുകൊണ്ട്, ആ കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് സംഭവം. പക്ഷെ പുറത്തു വന്നത് വേറെ രീതി. അതേപോലെ നമ്മുടെ എല്ലാം ആളുകൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തരം താഴ്ന്നും പല രീതിയിലും സത്യതയില്ലാത്ത രീതിയിൽ പുറത്തും കാണിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. അത് കൊച്ചിലെ നമ്മളത് ക്ലിയർ ചെയ്ത് ഓരോ കുടുംബത്തിലും നമ്മളത് തൃപ്തിപ്പെടുത്തിയിട്ട് ഓരോ ഇതിലായാലും സ്ത്രീകൾക്കെതിരെ ആയാലും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ്. ഈ അടിയൻ്റെ ഈ ഒരു എളിമയായ ഒരു മനുഷ്യൻ്റെ ഒരു അടിമയാണ്. നമ്മൾ മനുഷ്യരാകുക, ആദ്യം മനുഷ്യരാകുക, സത്യസന്ധമായിട്ടുള്ള മനുഷ്യരാകുക. അതേ ഉള്ളൂ. സന്തോഷം നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരാളെപ്പോലും തൃപ്തിപ്പെടുത്താൻ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. അത്രമാത്രം സോഴ്സ്, അത്രമാത്രം സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മതത്തിനെയും ജാതിയെയും ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ പടത്തിനെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനെതിരെ വർഗീയത ഉണ്ടാക്കി പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മനുഷ്യരോട് പുച്ഛം മാത്രമാണ്, പുച്ഛം. മനസ്സിലായോ? എല്ലാവർക്കും നല്ലൊരു ദിവസം, സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുക. നല്ലത് വരട്ടെ.